ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ഡേ ആണ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 16 നമ്മൾ ഓസോൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഓസോൺ സംരക്ഷണത്തിനും വേണ്ട ബോധവൽക്കരണം എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 16 ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന പേരിൽ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഓസോൺ സംരക്ഷണവുമായി ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാവർക്കും ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 16 ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. 2020 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രമേയം ഓർമ്മിച്ച് വെച്ചിരിക്കുക. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. 2020 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ് എന്നതാണ്. അതുപോലെ 2020 ഓസോൺ ദിനത്തിന്റെ ടാഗ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ എന്നതാണ്. അപ്പോൾ 2020 ഓസോൺ ലെയറിലെ പ്രമേയം ഓസോൺ ഫോർ ലൈഫ് എന്നതാണ്. ടാഗ് ലൈൻ 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ എന്നതാണ്. അപ്പോൾ ഓസോൺ ഡേ നമ്മൾ എന്നാ ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 16 അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൌൺസിൽ എക്കോസോക്കിന്റെ ഒരു വിഭാഗമായ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വിമനെ പറ്റിയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള UNCSW പറ്റി 2021 മുതൽ 25 വരെയുള്ള കാലയളവിലേക്ക് UNCSW അംഗമായിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യയോടൊപ്പം ഏഷ്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനും ഈ കൌൺസിലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ 2021 മുതൽ 25 വരെ ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെയും യുണൈറ്റഡ് നേഷൻസ് കൌൺസിൽ ഫോർ സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്ന ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ജെൻഡർ ഇക്വാളിറ്റിയും അതുപോലെ തന്നെ വിമൻ എംപവർമെന്റും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു സബ് ഓർഗനൈസേഷനാണ് UNCSW. ലിംഗസമത്വവും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണവുമാണ് പ്രധാനമായിട്ടും ഈ ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ 2021 മുതൽ 25 വരെയുള്ള കാലയളവിലേക്ക് ഈ കൌൺസിലിലേക്ക് ഇന്ത്യയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അസോസിയേഷനെ പറ്റിയാണ്. ഏഷ്യയിലെ കുറച്ച് രാജ്യങ്ങളുടെ അസോസിയേഷനായ സ്കോ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ബെയ്ജിംഗിലാണ്. 2020 സ്കോയുടെ കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ്, ഓരോ രാജ്യത്തിന്റെയും രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗിന് വേദിയാകുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വച്ചിട്ടാണ് 2020 സ്കോയുടെ കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ വേദി തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെച്ചിരിക്കുക. സ്കോ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, കസാഖിസ്ഥാനുണ്ട്, കിർഗിസ്ഥാനുണ്ട്, തജിക്കിസ്ഥാനുണ്ട്, ഉസ്ബെക്കിസ്ഥാനുണ്ട്. 8 രാജ്യങ്ങളാണ് സ്കോയില് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 8 കൺട്രീസ് ആണ് സ്കോയിലെ മെമ്പേഴ്സ്. അപ്പോൾ 8 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. സ്കോയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ബെയ്ജിംഗിലാണ്. അപ്പൊ സ്കോയുടെ 2020 കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റിന് വേദിയാകുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ലെവൽ അപ്പോയിന്റ്മെന്റ് ആണ്. പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ ബാങ്കായ സിറ്റി ഗ്രൂപ്പ് ഇൻകോർപ്പറേഷൻ, ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സിറ്റി ഗ്രൂപ്പ് ഇൻകോർപ്പറേഷന്റെ ആദ്യ വനിതാ CEO ആയിട്ട് നിയമിതയായിരിക്കുകയാണ് ജെയിൻ ഫ്രേസർ. അപ്പോൾ പേര് തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ ബാങ്കായ സിറ്റി ഗ്രൂപ്പ് ഇൻകോർപ്പറേഷന്റെ ആദ്യ വനിതാ CEO ആകുന്ന വ്യക്തി ജെയിൻ ഫ്രേസർ ആണ്. അതുപോലെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിളിന്റെ ഫോൺ ആപ്പിൽ ആരംഭിച്ച ഒരു പുതിയ ഫീച്ചറാണ്, ഒരു പുതിയ സംവിധാനമാണ്. അതിന്റെ പേരാണ് വെരിഫൈഡ് കോൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്പാം കോൾസ് വരുന്നത്, ആവശ്യമില്ലാതെ വരുന്ന കോൾസ് ഒക്കെ നിയന്ത്രിക്കുന്നതിന്, റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിന്റെ ഫോൺ ആപ്പിൽ ആരംഭിച്ച പുതിയൊരു ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു സംവിധാനമാണ് വെരിഫൈഡ് കോൾസ് എന്നുള്ളത്. ഗൂഗിളിന്റെ CEO ആരാണെന്ന് നമുക്കറിയാം, ശ്രീ സുന്ദർ പിച്ചായി ആണ്. ഗൂഗിളിന്റെ ആസ്ഥാനം കാലിഫോർണിയയിലാണ്. അടുത്തത് ഒരു ഇന്റർനാഷണൽ ലെവൽ അപ്പോയിന്റ്മെന്റ് ആണ്. ജപ്പാൻ, ഏഷ്യൻ രാജ്യമായ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായിരിക്കുകയാണ് യോഷിഹിദെ സുഗ. അപ്പോ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയാണ്. ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഷിൻസോ ആബെ. അപ്പോൾ ഷിൻസോ ആബെക്ക് പകരമായിട്ടാണ് യോഷിഹിദെ സുഗ അധികാരമേൽക്കുന്നത്. അപ്പോൾ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയാണ്. ജപ്പാന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ടോക്കിയോ ആണ്. ജപ്പാന്റെ കറൻസി ജാപ്പനീസ് യെൻ ആണ്. അതുപോലെ ജപ്പാന്റെ എംപറർ
ചക്രവർത്തി നരുഹിത്തോയാണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിലൊന്നാണ് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരനാണ് രാജേഷ് കുള്ളർ. അപ്പോ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി രാജേഷ് കുള്ളറാണ്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആണ്. വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ആണ്. അപ്പോൾ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്ന ഇന്ത്യക്കാരൻ ആരാണ്? രാജേഷ് കുള്ളറാണ്. അതുപോലെ മറ്റൊരു മൾട്ടിനാഷണൽ ബാങ്കായ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരനാണ് സമീർ കുമാർ ഖരെ. അപ്പൊ അതുകൂടെ ഓർമ്മിച്ച് വെച്ചേക്കാം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ സമീർ കുമാർ ഖരെയാണ്. വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ രാജേഷ് കുള്ളറാണ്. അപ്പൊ അതുകൂടെ ഓർമ്മിച്ച് വെച്ചേക്കാം, മറന്നുപോകരുത്, മാറിപ്പോകരുത്. അപ്പോൾ രാജേഷ് കുള്ളറാണ് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ. സമീർ ഖരെയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ. ADBയുടെ ആസ്ഥാനം നമുക്കറിയാം ഫിലിപ്പീൻസിലെ ജക്കാർത്തയിലെ മണ്ഡലൂയങ് ആണ്. ADBയുടെ നിലവിലെ പ്രസിഡന്റ് മസറ്റ്സുകു അസക്കാവയാണ്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റോ ഡേവിഡ് മാൽപാസ് ആണ്. അതുപോലെ ADBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ADB ഇന്ത്യയിൽ നിയമിച്ച പുതിയ കൺട്രി ഡയറക്ടറാണ് തക്കിയോ കുനീഷി. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയിൽ നിയമിച്ച പുതിയ കൺട്രി ഡയറക്ടർ ആരാണ്? തക്കിയോ കുനീഷിയാണ്. ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ സമീർ കുമാർ ഖരെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഫേസ്ബുക്ക് ഇന്ത്യയുടെ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് ഡയറക്ടറായിട്ട് നിയമിതനായിരിക്കുകയാണ് അരുൺ ശ്രീനിവാസ്. അപ്പൊ ആ പേര് കൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഫേസ്ബുക്ക് ഇന്ത്യയുടെ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് അരുൺ ശ്രീനിവാസ്. ഫേസ്ബുക്കിന്റെ ആസ്ഥാനം കാലിഫോർണിയയിലാണ്. ഫേസ്ബുക്കിന്റെ നിലവിലെ CEO മാർക്ക് സക്കർബർഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അവാർഡാണ് യൂറോമണി അവാർഡ് ഓഫ് എക്സലൻസ് 2020 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിരിക്കുകയാണ് HDFC ബാങ്കിന്റെ MD ആൻഡ് CEO ആയ ശ്രീ ആദിത്യ പുരി. അപ്പോൾ യൂറോമണി അവാർഡ് ഓഫ് എക്സലൻസ് 2020 ഇന്റർനാഷണൽ അവാർഡാണ്. ഈ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിരിക്കുകയാണ് HDFC ബാങ്കിന്റെ MDയും CEOയുമായ ആദിത്യ പുരി. HDFC ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് ശശിധർ ജഗദീശൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒക്ടോബറിലാണ് അദ്ദേഹം നിയമിതനാകുന്നത്. നിലവിൽ HDFC ബാങ്കിന്റെ MD ആൻഡ് CEO ആദിത്യ പുരിയാണ്. HDFC ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബീഹാറിലെ ദർഭംഗ എന്ന സ്ഥലത്തെ പറ്റിയാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബീഹാറിലെ ദർഭംഗയിലാണ്. ബീഹാറിന്റെ ക്യാപിറ്റൽ പട്നയാണ്. ബീഹാറിന്റെ ഗവർണർ ഭഗു ചൌഹാനാണ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ നിതീഷ് കുമാറാണ്. അപ്പോ ബീഹാറിൽ എവിടെയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവിൽ വരാൻ പോകുന്നത്? ദർഭംഗ എന്ന സ്ഥലത്താണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഉത്ഭവവും പരിണാമവും, ഇന്ത്യൻ കൾച്ചറിന്റെ ഉത്ഭവവും അതുപോലെ തന്നെ പരിണാമവും സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു വിദഗ്ധ സമിതിയുടെ തലവനാണ് ശ്രീ KN ദീക്ഷിത്. അപ്പോൾ ആർക്കിയോളജിക്കൽ സൊസൈറ്റിയുടെ നിലവിലെ ചെയർപേഴ്സണായ KN ദീക്ഷിത്തിനെയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഉത്ഭവവും പരിണാമവും സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് കൾച്ചർ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര മന്ത്രി ആരാണ്? ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിപണി മൂലധനം നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി. അടുത്തത് ഒന്ന് രണ്ട് സ്പോർട്സ് താരങ്ങളെ പറ്റിയാണ്. അതിലൊന്നാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായ വിരാട് കോഹ്ലിയെ പറ്റിയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ടെക്നോളജി സ്ഥാപനമായ ഗ്രേറ്റ് ലേണിംഗിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായിരിക്കുകയാണ് വിരാട് കോഹ്ലി. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. എഡ്യൂക്കേഷൻ ടെക്നോളജി സ്ഥാപനമായ ഗ്രേറ്റ് ലേണിംഗിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതുപോലെ ഫോബ്സ് മാസിക റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഹയസ്റ്റ് പെയ്ഡ് ഫുട്ബോളേഴ്സ് ഇൻ 2020 ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഫോബ്സ് മാസികയുടെ ഹയസ്റ്റ് പെയ്ഡ് ഫുട്ബോളേഴ്സ് ഇൻ 2020 ഏറ്റവും മുന്നിലുള്ളത് ലയണൽ മെസ്സിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതുള്ളത്
പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും മൂന്നാമതുള്ളത് ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറുമാണ്. അപ്പോൾ അത് ഓർമ്മിച്ചു വെച്ചിരിക്കാം. ഫോർബ്സ് മാസികയുടെ ഹയസ്റ്റ് പെയ്ഡ് ഫുട്ബോളേഴ്സ് ഇൻ 2020യിൽ ഏറ്റവും മുന്നിലുള്ളത് ലയണൽ മെസ്സിയും, രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോയും, മൂന്നാമത് നെയ്മറുമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൈസ്ഡ് ലൈബ്രറി പഞ്ചായത്തായിട്ട് മാറിയിരിക്കുകയാണ് മയ്യിൽ പഞ്ചായത്ത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്തായിട്ട് മാറിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിലാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് കേരളത്തിലെ ആദ്യ NCC നേവൽ പരിശീലന കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത്. അപ്പൊ അതും ഓർമ്മിച്ചു വെച്ചിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് കേരളത്തിലെ ആദ്യ NCC നേവൽ പരിശീലന കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആരോഗ്യ പാനീയത്തെ പറ്റിയാണ്. അതിന്റെ പേര് ജീവനി എന്നാണ്. ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ജീവനി. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് വികസിപ്പിച്ച ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ജീവനി എന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വച്ചിരിക്കുക. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ VS സുനിൽകുമാറാണ്. അതുപോലെ എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുന്നതിന് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വടക്കേക്കരയിൽ ആരംഭിച്ച പദ്ധതിയാണ് മധുര ഗ്രാമം എന്നുള്ളത്. അപ്പോൾ എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മധുര ഗ്രാമം എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള കേന്ദ്ര സർവകലാശാലയെ പറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. 2020 ഔട്ട്ലുക്ക് മാസികയുടെ ഔട്ട്ലുക്ക് ഐ കെയർ സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 14ാം സ്ഥാനം നേടിയിരിക്കുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് 2020 ഔട്ട്ലുക്ക് ഐ കെയർ സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 14ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് JNU ആണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി തന്നെയാണ് ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള കേന്ദ്ര സർവകലാശാല. അപ്പോൾ ഔട്ട്ലുക്ക് ഐ കെയർ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർവകലാശാലകളുടെ റാങ്കിങ്ങിൽ 14ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 പുസ്തകങ്ങളാണ്. റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത 1-2 പുസ്തകങ്ങൾ. അതിലൊന്നാണ് ദ എൻഡ് ഓഫ് ആൻ എറ, ഇന്ത്യ എക്സിറ്റ്സ് ടിബറ്റ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ക്ലൗഡെ അർപ്പിയാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അരുന്ധതി റോയ് ആണ്. അപ്പോൾ ഈ പുസ്തകം തീർച്ചയായിട്ടും ഓർമ്മിച്ചു വെച്ചിരിക്കാം. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് അരുന്ധതി റോയ് ആണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് പൊതുവിതരണ കേന്ദ്രം വഴിയുള്ള റേഷൻ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഇന്ത്യ ബാങ്ക്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഈസ് 2.0 സൂചികയിൽ ഏറ്റവും മുന്നിലുള്ള പൊതുമേഖലാ ബാങ്ക് ഏതാണെന്നുള്ളത്. നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ തന്നെയാണ് ഇന്ത്യ ബാങ്ക്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഈസ് 2.0 ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള പൊതുമേഖലാ ബാങ്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറന്റ് അഫേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.